ഹലോ ഡിയേഴ്സ്, നമുക്ക് ഇന്നൊരു ബർത്ത്ഡേ ഫംഗ്ഷന് പോവാം. നമ്മുടെ വീട്ടിൽ തന്നെ കേട്ടോ. അപ്പോൾ നമ്മുടെ സിദ്ധുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മളിത് അതിന് വേണ്ടി പോവുകയാണ്. ഇപ്പോൾ സമയം 8:30-9 മണിയായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങാൻ വളരെ ലേറ്റ് ആയിപ്പോയി കേട്ടോ. ഞങ്ങൾ എപ്പോഴും ഏതൊരു ഫംഗ്ഷൻ പോയാൽ ഞങ്ങൾ ലേറ്റ് ആയിട്ടാണ് ചെല്ലാറ്. ഇതും അതേപോലെ തന്നെ ആയിപ്പോയി കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ചോക്ലേറ്റ് ബോക്സ് ആണ് മേടിച്ചത്. നമ്മുടെ പൂവാട്ടുപറമ്പുള്ള തുബ ബേക്കറിയിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഈ ചോക്ലേറ്റ് ബോക്സ് മേടിച്ചത്. കാരണം ഡ്രസ്സൊന്നും നോക്കാനുള്ള ടൈമും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ചോക്ലേറ്റ് കാരണം ചോക്ലേറ്റ് അവന് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ചോക്ലേറ്റ് ബോക്സ് മേടിക്കാമെന്ന്. അങ്ങനെ ഞങ്ങളിതേ ചോക്ലേറ്റ് ബോക്സൊക്കെ മേടിച്ച് ഇനി നേരെ വീട്ടിലേക്ക് പോവാം കേട്ടോ. കാരണം ഇപ്പം തന്നെ സമയം ഒത്തിരി ലേറ്റ് ആയിരുന്നല്ലോ. അപ്പോൾ നമ്മളിതേ അവിടുന്ന് കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഏകദേശം ഇപ്പോൾ അവിടെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞിരിക്കും എന്നാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. കാരണം എല്ലാവരും ഉണ്ടാകും. കാരണം ഒത്തിരി ലേറ്റ് ആയിരുന്നു, 8:30-9 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതേ സിദ്ധുവിൻ്റെ വീട്ടിലെത്തി. അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു, ഞങ്ങൾ മാത്രമായിരുന്നു ലേറ്റായിട്ട് എത്തിയത്. അങ്ങനെ നമ്മളിതേ കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മുടെ ബർത്ത്ഡേക്കാരൻ ദേ ഇയാളാട്ടോ, സിദ്ധു എന്നാണ് പേര്, സിദ്ധാർത്ഥ് എന്നാണ് പേര്. അപ്പോൾ നമ്മൾ സിദ്ധു എന്ന് വിളിക്കും. അപ്പോൾ അങ്ങനെ നമ്മളിതേ കേക്ക് കട്ടിങ് ചെയ്യാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഭാവിക്ക് ചെറിയൊരു വാശി ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരെയും കൊണ്ടായിരിക്കാം ചെറിയൊരു വാശി ഉണ്ടായിരുന്നു അവന്. അപ്പോൾ നമ്മളിതേ അവരൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷമാണ് കേക്ക് കട്ട് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പോൾ എല്ലാവരും കുട്ടികളൊക്കെ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് കാണാൻ. അപ്പോൾ നമ്മുടെ ആദുവിന് ചെറിയൊരു വാശിയുള്ളതുകൊണ്ട് അവന് ഇരിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അവന് ക്രൗഡായതുകൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്രൗഡായതുകൊണ്ട് അങ്ങനെ എല്ലാവരെയും മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അവന് ചെറിയൊരു പേടി പോലെ അവന് സെറ്റാക്കി അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ പിള്ളേരെല്ലാവരും കൂടി കേക്ക് കട്ട് ചെയ്യാണ്. അപ്പോൾ കേക്ക് ഇങ്ങനെ സിദ്ധു കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഞങ്ങൾ വിചാരിച്ചു കേക്കിലേക്ക് ഇങ്ങനെ പിടിക്കുന്ന, പക്ഷെ അവൻ കേക്കിനൊന്നും ചെയ്തില്ല, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ചെയ്തത്. അങ്ങനെ നമ്മുടെ സിദ്ധു ദേ കേക്ക് കട്ട് ചെയ്യാണ്. എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞ് ഇങ്ങനെ കേക്ക് കട്ട് ചെയ്യുക കേട്ടോ. നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ അതുകൂടെ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ വല്ലാതെ ഒന്നും കൊടുക്കാറില്ല, ചെറുതായിട്ട് നമ്മളിങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാറുണ്ട് കേട്ടോ. കാരണം നമ്മളൊക്കെ കഴിക്കുമ്പോൾ അങ്ങനെ ഇപ്പോൾ തന്നെ നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കും, അപ്പോൾ നമുക്ക് തന്നെ സങ്കടമില്ല. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊരു ടേസ്റ്റ് ചെയ്യാനൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതേ കേക്കൊക്കെ കട്ട് ചെയ്തു, എല്ലാവരും കേക്കൊക്കെ കഴിച്ചു. ഫൈനലി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ ഫുഡ് ഇതൊക്കെയാണ് കേട്ടോ. റൈസ് ഉണ്ടായിരുന്നു, പത്തിരി ഉണ്ടായിരുന്നു, പൊറോട്ട ഉണ്ടായിരുന്നു, നല്ല അടിപൊളി ചിക്കൻ കറി ഉണ്ടായിരുന്നു, പിന്നെ സ്പെഷ്യലായിട്ടൊരു ചിക്കൻ പെരട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിനെന്തോ ഒരു ആഫ്രിക്കൻ ചിക്കൻ എന്തോ ഞങ്ങൾ തന്നെ പേരിട്ടതാണ്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ചോദിച്ചിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഞാൻ എന്തായാലും ഒരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്, എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ, അടിപൊളിയായിരുന്നു. നല്ല ചൂട് പൊറോട്ടേൻ്റെ കൂടെയൊക്കെ കഴിക്കാമെന്ന് വെച്ചാൽ അടിപൊളിയായിട്ടോ. കണ്ടോ പാത്രമൊക്കെ കാലിയായി ഗൈസ്. അങ്ങനെ നമ്മൾ നേരത്തെ തന്നെ ഫുഡ് കഴിച്ചായിരുന്നു കേട്ടോ. നമ്മൾ കേക്ക് കട്ട് ചെയ്ത ഉടനെ തന്നെ നമ്മൾ ഫുഡ് കഴിച്ചായിരുന്നു. ഇവർ മാത്രം കേട്ടോ, കുറച്ച് പേര് മാത്രമായി ലാസ്റ്റ്. അപ്പോൾ അത് ഏട്ടനും ഉണ്ട് കൂട്ടത്തിൽ. അപ്പോൾ ഏട്ടനും ഫുഡ് കഴിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ലാസ്റ്റ് നമ്മളൊരു അടിപൊളി പായസം കുടിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ആ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അങ്ങനെ നമ്മൾ പായസമൊക്കെ കുടിച്ച് നമ്മുടെ സിദ്ധുവിൻ്റെ ബർത്ത്ഡേ നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ആദ്യം അപ്പോഴും ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 10-11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അവൻ ഉറങ്ങാതെ നോക്കിയോണ്ടിരുന്നു. സാധാരണയായിട്ട് അവന് വീട്ടിൽ നിന്നാണെങ്കിലും ഉറങ്ങാൻ ഭയങ്കരമായിട്ട് ലൈറ്റ് ആവും കേട്ടോ. പിന്നെ അത് വലിയ ശീലമായിപ്പോയി ഞങ്ങൾക്ക്. അങ്ങനെ നമ്മളിതേ ഇറങ്ങുകയാണ്. മാമി നമുക്ക് ടാറ്റയൊക്കെ തരുന്നുണ്ട്. നമ്മുടെ നിലു ബേബിയൊക്കെ നമുക്ക് ടാറ്റ തരുന്നുണ്ട്. നമ്മുടെ ശിവാനിക്കുട്ടി സിദ്ധൊക്കെ ഉറങ്ങിപ്പോയിരുന്നു കേട്ടോ അപ്പോഴേക്കും. അങ്ങനെ നമ്മൾ ഇറങ്ങുകയാണ് ഗേസ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോസിലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.